ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് സീ ഫുഡൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ക്രീമി സൂപ്പാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ കൂന്തൽ, ഞണ്ട്, വലിയ ചെമ്മീൻ, പിന്നെ കുറച്ച് ചെറിയ ചെമ്മീനുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ മൊത്തം മീനൊന്നും പിന്നെ സൂപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതാ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്ന് ഏകദേശം ഒരു 5 ചെമ്മീൻ, അതുപോലെ തന്നെ ഒരു 5 കൂന്തൽ, വലിയ കൂന്തലാണെങ്കിൽ കുറച്ച് മതി. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ അനുസരിച്ചിട്ട് ഫിഷ് എടുത്താൽ മതി. പിന്നെ ഇത് ചെറിയ ഞണ്ടായതുകൊണ്ട് അതുപോലെ തന്നെ ഒരു 5 ഞണ്ടും. ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല ഫ്ലേവർ ആയിരിക്കും പിന്നെ ചെറിയ ചെമ്മീൻ ഇട്ട് കൊടുത്താൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് സൂപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഇനിയിപ്പം സൂപ്പ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യലാണ്. അപ്പം ഫിഷൊക്കെ ഇതാ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗാർലിക്ക്, ബട്ടർ, കുറച്ച് മല്ലിയില, സ്പ്രിംഗ് ഓണിയൻ, പിന്നെ സ്വീറ്റ് കോണ്, പിന്നെ ഇത് തേങ്ങാപ്പാലാണ്, നല്ല പച്ച തേങ്ങൻ്റെ പാലാണ്. പിന്നെ ഇത് ഫ്രഷ് മിൽക്ക്. പിന്നെ പച്ചത്തേങ്ങൻ്റെ പാല് കിട്ടുന്നില്ലെങ്കിൽ ഫ്രഷ് ക്രീം ഉപയോഗിക്കാം നമുക്ക് ഇതിൽ. അപ്പോൾ ഇവിടെ ഞാൻ തേങ്ങാപ്പാലാണ് ചെയ്തെടുക്കുന്നുള്ളത്. പിന്നെ ഇത് കോൺഫ്ലോർ പൗഡർ, അത് സൂപ്പൊന്ന് തിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ ഇതുപോലത്തെ പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം നല്ല ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ബട്ടറൊക്കെ നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. പിന്നെ കോൺ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ബ്രൊക്കോളി, ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പിന്നെ സ്വീറ്റ് കോൺ മാത്രമേ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇതിലിട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ചൂടായ വെള്ളമാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കാം. പിന്നെ നമ്മുടെ ഫിഷ് അതിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പം ഇതാ പിന്നെ ഫിഷൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് തീ ചെറുതാക്കിയിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് ഇതിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒരു 15 മിനിറ്റോളം ഇത് അടച്ച് വെച്ച് ഇങ്ങനെ വേവിച്ചെടുക്കാം. ഇതാ ഇതുപോലെ നല്ല വെട്ടി തിളച്ച് വരണം. ഈ സമയത്ത് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ കൂടെ തന്നെ ഞാൻ പശുവും പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സൂപ്പൊക്കെ നല്ലോണം തിളച്ച് നല്ല കുക്കായി നിന്ന് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി. അപ്പോൾ ഈ ടൈമിൽ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു 2 സ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തിക്കായിട്ട് വരും. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ഫ്രഷ് ക്രീം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് കുറച്ച് മിൽക്ക്. അപ്പം നമ്മൾ ടേസ്റ്റി സൂപ്പ് റെഡിയായി. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ഒരു ഗാർലിക് ബ്രെഡും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറൊക്കെ മെൽട്ടായി വരുമ്പം ഗാർലിക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലെ ബന്ന് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റി സൂപ്പ് റെഡിയായി. കൂടെ ഗാർലിക് ബ്രെഡും പിന്നെ കുറച്ച് റൈസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.